മണ്ണെടുക്കാനുള്ള അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് വാർഡംഗം കൂടിയായ BJP പ്രതിനിധിയുടെ സമരം. എതിർപ്പ് അറിയിച്ചിട്ടും സെക്രട്ടറി പ്രത്യേക താൽപര്യത്തോടെ മുൻ പ്രസിഡന്റിന് ഒത്താശ ചെയ്തുവത്രേ. ആവശ്യം അംഗീകരിക്കുന്നതുവരെ കിടപ്പ് സമരം. അതാണ് തീരുമാനം. ഞാൻ ഇവിടുത്തെ സെഷൻ ക്ലർക്കിനോടും സെക്രട്ടറിയോടും പറഞ്ഞതാണ്, ഇത് വീട് വെക്കാനല്ല, ഇത് മണ്ണെടുത്ത് മാറ്റിയെടുത്ത് വിൽക്കാനാണ്, അതുകൊണ്ട് ഇതിന് പെർമിറ്റ് ഇഷ്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതില്ല മെമ്പർ, ഞങ്ങൾ ആലോചിച്ചിട്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് നിലവിൽ 2 വീടുണ്ട്, ഈ വ്യക്തിക്ക് 2 വീടുണ്ട്. ഇത് ഈ പെർമിറ്റിന് വെച്ചിട്ട് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ട് നമ്മുടെ പെർമിറ്റ് പ്രകാരം തറ കെട്ടിയില്ലെങ്കിൽ അതിൻ്റെ റോയൽറ്റിയും അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഭാഗം ക്ലിയറായി. അന്നേരം അവർക്ക് അതിനുള്ള കാശുണ്ട്, സാമ്പത്തികമുണ്ട്. വസ്തു മാഫിയയ്ക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ സെഷൻ ക്ലർക്കും ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി എല്ലാം ഒത്താശ ചെയ്യുവാണ്. അതിനെതിരെയാണ് ഞാൻ ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉള്ളന്നൂരിലെ മണ്ണെടുപ്പ് നിയമപ്രകാരമാണെന്ന് വിശദീകരിക്കുന്നു CPM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ സൂസൻ തോമസ്. തനിക്ക് 2 വീടുകളുണ്ട് എന്ന BJP പ്രചാരണത്തിന് ഒരടിസ്ഥാനവുമില്ല. നമ്മൾ ഏകദേശം 1 വർഷക്കാലമായിട്ട് നമ്മൾ വീട് ഇവിടെ തന്നെ വെക്കാനായിരുന്നു. അപ്പോൾ ഇത് കാലതാമസം കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടുത്തേത് പൊളിച്ചെങ്കിലും അതിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഒരു വീട് വേണം എന്ന്, ഈ പ്രദേശത്ത് ഒരു വീട് വേണമെന്ന് നമുക്കൊരാഗ്രഹമുണ്ട്. അത് ഞങ്ങളിരിക്കുന്ന സമയത്ത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോഴാകുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ കാശുള്ള അനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങളിപ്പോൾ ഇതിന് ഒരുങ്ങിയിരിക്കുന്നത്. തർക്കം രൂക്ഷമായതിനു പിന്നാലെ BJP പ്രവർത്തകർ മണ്ണുമായി പോയ ലോറി തടഞ്ഞു. AE നടത്തിയ സ്ഥലപരിശോധനയിൽ മണ്ണെടുപ്പിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് BJP നേതൃത്വം പറയുന്നത്. അതേസമയം കെട്ടിട നിർമ്മാണത്തിനുള്ള അനുമതിയും അനുബന്ധ രേഖകളും ഹാജരാക്കുന്ന പക്ഷം മണ്ണെടുപ്പിന് അനുമതി നൽകുന്നതിൽ തടസ്സമില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിശദീകരിച്ചു. ഉള്ളന്നൂരിലെ മണ്ണെടുപ്പ് ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാനാണ് BJP നേതൃത്വത്തിലുള്ള കുളനട ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.